ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്നലെ വൈകിട്ട് ദീപാരാധന നടത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ദർശനം. ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥ്, ഭരണസമിതി അംഗം സി മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ജീവനക്കാർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. നേന്ത്രപ്പഴം കൊണ്ട് മുഖ്യമന്ത്രിക്ക് തുലാഭാര വഴിപാടും നടത്തി. നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച ജനപ്രിയമായി മാറിയ പുരപ്പുറ സോളാർ സബ്സിഡി പദ്ധതിയായ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ സർപ്രൈസ് നീക്കവുമായി തമിഴ്നാട് സർക്കാർ. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച TVK സർക്കാരിന്റെ കന്നി ബജറ്റിലാണ് അതിശയിപ്പിക്കുന്ന പ്രഖ്യാപനമുണ്ടായത്. PM സൂര്യഘർ യോജന പ്രകാരം ഉപഭോക്താവിന് പരമാവധി നേടാവുന്ന സബ്സിഡി 78,000 രൂപയാണ്. എന്നാൽ പദ്ധതിയിൽ സംസ്ഥാനത്തിന്റെ വിഹിതവും ചേർത്ത് പരമാവധി 1 ലക്ഷം രൂപ സബ്സിഡി നൽകാനാണ് വിജയ് സർക്കാർ തീരുമാനിച്ചത്. പദ്ധതി പ്രകാരം പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ ഉപഭോക്താവിന് 1 ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടും. നിലവിൽ 3 വിഭാഗങ്ങളിലായാണ് ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുക. 1 കിലോവാട്ട് സോളാർ സിസ്റ്റം വയ്ക്കുന്നവർക്ക് 30,000 രൂപ വരെയും, 2 കിലോവാട്ടിന് 60,000 രൂപ വരെയും, 3 കിലോവാട്ടിന് പരമാവധി 78,000 രൂപ വരെയും ലഭിക്കുക. ഇതാണ് വിജയ് സർക്കാർ തമിഴ്നാട്ടിൽ 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത്. ഇതിനായി ബജറ്റിൽ ആദ്യഘട്ടം എന്നോണം 50 കോടി രൂപ നീക്കിവെച്ചിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ പുതിയ ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. മക്കയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, തുർക്കി പ്രസിഡന്റ് റജബ് ഉർദുഗാൻ എന്നിവരാണ് സംയുക്ത ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. കരാറിലെ പ്രധാന വ്യവസ്ഥ പ്രകാരം ഈ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ ഉണ്ടാകുന്ന സായുധ ആക്രമണത്തെ പൊതുവായ ആക്രമണമായി കണക്കാക്കുകയും ഒന്നിച്ച് നേരിടുകയും ചെയ്യും. രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ സുഹൃത്ത് ബന്ധം, ഇസ്ലാമിക ഐക്യം, പൊതുസുരക്ഷാ താൽപര്യങ്ങൾ എന്നിവയെ മുൻനിർത്തിയാണ് ഈ കൂട്ടായ്മയെന്ന് സംയുക്ത പ്രസ്താവന വ്യക്തമാക്കുന്നു. അതേസമയം പ്രതിരോധ ഉടമ്പടിയിലെ വ്യവസ്ഥകളിൽ ഇന്ത്യ കടുത്ത അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന ആക്രമണത്തെ പൊതുവായ ആക്രമണമായി കണക്കാക്കുമെന്നതാണ് ഇന്ത്യയുടെ അതൃപ്തിക്ക് കാരണം. എന്നാൽ ഇത് ബാധിക്കുന്നതല്ലെന്നാണ് സൗദിയുടെ പ്രതികരണം.